Prashant sir, travel with Joe, a Indian girl in Pakistan. എന്ന രീതിയിൽ ഒരു വീഡിയോ വരും. ഇന്ത്യയിലും പാകിസ്ഥാനിലും ഒക്കെ ഉള്ളവർക്ക് കാണാൻ സാധിക്കുന്ന വിധത്തിൽ യൂട്യൂബിൽ ഒരു വീഡിയോ. ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന ഹരിയാനക്കാരിയായ യൂട്യൂബറുടെ ഒരു വീഡിയോ. അവർ ഇത്തരത്തിൽ വീഡിയോകൾ ചെയ്യുന്നു, പാകിസ്ഥാൻ എക്സ്പ്ലോർ ചെയ്യുന്നു. ഇതാ നിങ്ങൾ കാണാത്ത ഒരു പുതിയ പാകിസ്ഥാൻ, പാകിസ്ഥാൻ ഇങ്ങനെ ഒരു മുഖമുണ്ടെന്ന് പറഞ്ഞ് പാകിസ്ഥാനിലൂടെ ട്രാവൽ ചെയ്യുന്നു, ആ വീഡിയോ പ്രചരിപ്പിക്കുന്നു. ഒപ്പം പാകിസ്ഥാനിൽ വെറുതെ യാത്ര ചെയ്യുക മാത്രമല്ല, അവർ അവിടുത്തെ ഹൈ കമ്മീഷനിലെ ഉദ്യോഗസ്ഥരുമായി ഒരു സുഹൃത്ത് ബന്ധം എന്നവർ പേരിട്ട് വിളിക്കുന്ന ഒരു ബന്ധം അവരുണ്ടാക്കിയെടുക്കുന്നു. അവരുമായി നിരന്തരം കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു. ഇന്ത്യയിൽ വരുന്നു, പാകിസ്ഥാനിലേക്ക് വീണ്ടും തിരിച്ചു പോകുന്നു, അവരെ കാണുന്നു, നേരിട്ട് സംസാരിക്കുന്നു, ഫോൺ വഴി സംസാരിക്കുന്നു. ഇത്തരത്തിൽ അവരെന്തൊക്കെയോ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്നുള്ള വിവരം ഇന്ത്യയിലെ ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് തന്നെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എന്റെ ഒരു ചോദ്യം, ഇത്തരത്തിൽ ട്രാവൽ വ്ലോഗ് ചെയ്യുന്നവർക്ക് ഒരു നിയന്ത്രണവും ഇല്ലാതെ ഏത് രാജ്യങ്ങളിലേക്കായാലും യാത്ര ചെയ്യാം എന്നുള്ള ഒരു സംഗതിയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പോകുന്ന സമയത്ത് ഒരു ന്യൂ ജനറേഷൻ, വളർന്നു വരുന്ന ഒരു തലമുറ രാഷ്ട്രീയം അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇതൊന്നും അവരെ ബാധിക്കുന്ന കാര്യമല്ല, ഞങ്ങൾക്ക് ഇതൊന്നും അറിയേണ്ടതില്ല, ഇത്തരം വാർത്തകൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല എന്നുള്ളത് ശത്രു രാജ്യത്തിന് ഈസിയായി ഉപയോഗിക്കാവുന്ന ഒരു ടൂളായി അവരെ മാറ്റാൻ കഴിയുന്നത് കൂടിയല്ലേ? ഉറപ്പായി. ഇപ്പം ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇപ്പം നീതു ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ചെറുപ്പക്കാരും വിദ്യാർത്ഥികളുമാണ്. നമ്മൾ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉള്ളതും ചെറുപ്പക്കാരാണ്. അതാണ് ഇന്ത്യയുടെ നാളത്തെ പ്രതീക്ഷ. പക്ഷേ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടുത്തെ ചെറുപ്പക്കാർ ഇപ്പം ഏറ്റവും ആദ്യം മനസ്സിലാകുന്നത് വേടന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതും അത് പോട്ടെ, വേടന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതും ഇതുപോലെയുള്ള കോമാളിത്തരത്തിനും അല്ലെങ്കിൽ ഇത്തരത്തിൽ യാതൊരു ഗൗരവമില്ലാത്ത കാര്യത്തിനകത്തും ശ്രദ്ധ പതിപ്പിച്ചു പോകുന്ന ആൾക്കാരായിട്ടും അതിന് കയ്യടി കൊടുക്കുന്ന ആൾക്കാരുമായിട്ടും മാറും. അല്ലെങ്കിൽ ഇതുപോലെ രാജ്യവിരുദ്ധതയ്ക്ക് ന്യായം പറയുന്നതിന്റെ കൂടെ കൂടി അതാണ് ശരി എന്നുള്ള രീതിയിലേക്ക് വരുന്ന ഒരു ജനറേഷന്റെ ശതമാനക്കണക്ക് കൂടുന്നോ എന്ന് നമ്മൾ പരിശോധിക്കും. അതുകൊണ്ട് തന്നെയാണ് അതിനകത്ത് ഒരു സാധ്യതയുണ്ടെന്ന് കണ്ട് ഈ പറയുന്നത് പോലെ അത്തരത്തിലുള്ള ആൾക്കാരെ ആ രീതിയിലേക്ക് ഏകീകരിക്കുന്നതിന്, ഇന്ത്യ വിരുദ്ധതയ്ക്ക് വേണ്ടി ഏകീകരിക്കുന്നതിന് ബ്ലോഗർമാർ അല്ലെങ്കിൽ ഇതുപോലുള്ള ചാരസുന്ദരികൾ തയ്യാറാവുകയും അതിന് റീച്ച് കൂടുമ്പോൾ അവിടെ നിന്ന് ഒരു വരുമാനം കിട്ടുകയും ഇത് ഏൽപ്പിച്ചിരിക്കുന്നവരുടെ കയ്യിൽ നിന്ന് അവർക്ക് കോടാനുകൂടി. അപ്പൊ ഇവിടെ ഒരു ചാരസുന്ദരി എന്ന് പറയുമ്പോൾ ഇന്ത്യക്കകത്ത് നിന്ന് അത് രഹസ്യങ്ങൾ ചോർത്തി അവിടെ കൊടുക്കുമ്പോൾ അതിനൊരു കരാറുണ്ടല്ലോ, അതിന് കോടികൾ കിട്ടുകയും അപ്പം മൂന്ന് രീതിയിൽ വരുമാനം. ഒന്ന് യൂട്യൂബിൽ കൂടി വരുമാനം, രണ്ട് ഈ പറയുന്നത് പോലെ ഈ പറയുന്ന കാര്യം ചെയ്തു കൊടുക്കുന്നത് കൊണ്ടുള്ള വരുമാനം. അപ്പം എല്ലാ രീതിയിലും വരുമാനം വരുന്ന ഒരവസ്ഥയിലേക്ക് വരികയും എന്നാൽ ഇവർ നടത്തുന്ന ചാരപ്രവർത്തനമല്ല, ന്യായമായ പ്രവർത്തനമാണ്, ഇവർ പറയുന്നതെല്ലാം ന്യായമാണ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ ഉരുത്തിരിച്ചു കൊണ്ടുവന്ന ആൾക്കാരെയാണ് ഇപ്പൊ നമ്മൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ്. പാകിസ്ഥാൻ ആണ് ശരി, അല്ലെങ്കിൽ പാകിസ്ഥാൻ നമ്മൾ പറയുന്നത് പോലെ ഭീകരവാദികളുടെ താവളമല്ല, പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുന്നില്ല, അല്ലെങ്കിൽ പാകിസ്ഥാൻ ചെയ്തത് നമ്മൾ ആരോപിക്കപ്പെടുന്ന കാര്യം മാത്രമാണ് എന്നുള്ള രീതിയിൽ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രം നിർബന്ധമായിട്ട് അഭിപ്രായം പറയേണ്ടി വരുന്നവരുള്ളപ്പോൾ, അല്ലെങ്കിൽ അവരാ അഭിപ്രായക്കാരാവുന്ന അല്ലെങ്കിൽ അവരാ അഭിപ്രായക്കാരാവാൻ തീരുമാനിച്ചിരിക്കുമ്പോൾ ഈ നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാരെ ഇൻഡയറക്റ്റ് ആയിട്ട് ഈ അഭിപ്രായത്തിലേക്ക് എത്തിക്കുന്നതിനും ഇന്ത്യക്കകത്തു നിന്നുള്ള രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്നതിനും തയ്യാറായിട്ട് നിൽക്കുന്ന ആൾക്കാരായിട്ടാണ് ഈ യൂട്യൂബേഴ്സിനെ നമുക്കിപ്പോ കാണാൻ സാധിക്കും. എന്തും കൊടുത്ത് പ്രചരണം നടത്തി വ്യൂവേഴ്സിനെ ഉണ്ടാക്കി, ഇപ്പൊ 6 പേരെയും കണ്ട് അറസ്റ്റ് ചെയ്തു, വ്യൂവേഴ്സിനെ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു മൊറാലിറ്റിയും ഇല്ലാതെ അല്ലെങ്കിൽ ഇത്തരത്തിൽ എന്തു തോന്നിവാസവും എന്തിനാണ് റീച്ച് കിട്ടുന്നത് എന്ന് വെച്ചാൽ അതിന്റെ രീതിയിലേക്ക് പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥ. ഇപ്പൊ പാചകം നടത്തിക്കൊണ്ട് ഇപ്പൊ ഇവര് ചാരപ്രവർത്തനമാണല്ലോ നടത്തുന്നത്. യൂട്യൂബേഴ്സ് കാണിക്കുന്ന അല്ലെങ്കിൽ ഈ രാജ്യത്തോടും അല്ലെങ്കിൽ ഈ സമൂഹത്തോടും ഇല്ലാത്ത പ്രതിബദ്ധതയെ പറ്റിയാണ്. കഴിഞ്ഞ ദിവസം വരെ പാചകം നടത്തിക്കൊണ്ടിരുന്ന ഒരു 4 ദിവസം യുദ്ധം തുടങ്ങിയ യുദ്ധം അവലോകനിച്ച യുദ്ധത്തെ പറ്റി റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുക. നമ്മളൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ നീതുവിനറിയാലോ എവിടെല്ലാം നോക്കിയിട്ടാ ഒരു അവതാരക എന്നുള്ള രീതിയിൽ നീതു സംസാരിക്കുന്നത്, എത്രയിടത്തുനിന്ന് റെഫറൻസ് എടുത്തിട്ടാ ഒരു ചോദ്യം ചോദിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പറയുന്നത് എന്നിട്ട് പോലും നമുക്ക് തെറ്റ് വരുക, കാര്യം പറയുന്നത് മൊത്തം ശരിയാണെന്ന് നമുക്ക് അഭിപ്രായമില്ല, അതിനകത്ത് തെറ്റുകൾ കാണാം.
എന്നിട്ട് പോലും എന്തും വേണ്ടി ശരിയാക്കുന്ന രീതിയിൽ എന്തെല്ലാം റെഫറൻസ് നടത്തിയിട്ട് ഒരു യുദ്ധത്തിന്റെ അവലോകനം അല്ലെങ്കിൽ ഒരു കാര്യത്തിന് ഒരു രാഷ്ട്രീയ കാര്യം നമ്മുടെ രാജ്യത്തിന്റെ ഒരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പറയുന്നത് ഇത് കേൾക്കാൻ എത്ര പേരാ ഉള്ളത്? മറ്റേനകത്ത് പറയുന്നത് ഗെയ്സ് അവിടുന്ന് ഒരു മിസൈൽ വിട്ട് ഗെയ്സ് താണ്ട് ഇവിടുന്ന് 2 മിസൈൽ വിട്ട് ഗെയ്സ് ഒരു ഗെയിൻ വിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവന്മാര് പറയുക. അതിനകത്ത് നോക്കുമ്പോ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുക. എടാ ഇവൻ പറയുന്ന യുദ്ധം ഇവൻ ചുമ്മാതെ നമ്മൾ ഈ മേപ്പോട്ട് നോക്കി രാത്രി നമ്മൾ അന്ന് ടി വി വെച്ചായിരുന്നു അവിടെ ഒരു പടക്കം പൊട്ടുന്നു ഇവിടെ ഇപ്പൊ നമുക്ക് കാണത്തില്ലേ ഈ തൃശ്ശൂർ പൂരത്തിനൊക്കെ പടക്കം പൊട്ടുന്നു അതുപോലെ നമുക്ക് ദൂരെ നിന്ന് കാണും. ഇത് കണ്ടിട്ട് വിളിച്ചു പറയും അതാണ്ട് അവിടെ പോയിട്ടുണ്ട് പാകിസ്ഥാന്റെ ആണോ അവന്റെ അമ്മൂമ്മയുടെ ആണോ എന്നൊന്നും അറിയാൻ പറ്റത്തില്ല. മനസ്സിലായി ഈ പറയുന്നവന്റെ ഒരു ഫ്ലൈറ്റ് അങ്ങോട്ട് പോകുന്നു അതിനെ താഴ്ന്നു നിലത്തിട്ട് ഈ പറയുന്ന ജയശങ്കർ സാർ പറയുന്നതിനെക്കാട്ടി യേഴ്സാ. മനസ്സിലായോ? ഈ പറയുന്ന ഇവന് ഇതുപോലെ ഈ നാളെ കാലത്ത് ഇവന് വേറെ കാര്യത്തിന് പോകുമ്പോൾ അതിനെ ആൾക്കാരുടെ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ അതിനോട്ടൊക്കെ പോകും. ഒരു കാര്യവുമില്ലാതെ ഊച്ചാളിത്തരത്തിൽ തലമുടിയും വെട്ടാതെ പല്ലും തേക്കാതെ മൂക്കും മൂക്കളയും പിഴിയാതെ നടക്കുന്ന യവന്മാരെന്നെ യവന്മാരായി ഇവിടുത്തെ ഇത്തരത്തിൽ നടക്കുന്നവന്മാരാണല്ലോ ഈ വ്ളോഗേഴ്സ് എന്ന് പറയുന്നത്. കണ്ടിട്ടില്ലേ അവൻ പറയുന്ന കാര്യം അവൻ ആ യുദ്ധത്തിന്റെ കാര്യം തീരുമാനിക്കുന്നത്. ആഭ്യന്തര വിഷയങ്ങളെ പറ്റി സംസാരിക്കുന്ന അവരാണ്. അവൻ പറയുന്നതിനാണ് വ്യൂവേഴ്സ് ഉള്ളത്. ഇവിടുത്തെ രാഷ്ട്രീയ നിരീക്ഷകർ അല്ലെങ്കിൽ പഠിച്ചിട്ട് പറയുന്നത് അല്ലെങ്കിൽ വിദേശകാര്യ വിദഗ്ധരൊന്നും പറയുന്നത് കേൾക്കാൻ ആളില്ല. മാന്യമായിട്ടുള്ള ടോക്കർ അതിന്റെ കൂട്ടത്തിലാണ് ഈ പറയുന്നത് പോലെ ചാരപ്രവർത്തനം ബ്ലോഗർമാരുടെ കെയർ ഓഫിൽ ഇതുപോലുള്ള രീതിയിൽ അല്ലെങ്കിൽ ഈ വ്ളോഗർമാർ ഇവനെല്ലാം ഇപ്പൊ അറസ്റ്റ് ചെയ്തേക്കും. ഇവനൊക്കെ കിട്ടുന്ന കോടികളാണ്. കോടികൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ രീതിയിൽ വ്ളോഗർമാർക്കും യൂട്യൂബർമാർക്കും ഇതുപോലുള്ള ആൾക്കാർക്കും റീച്ച് കൂടുതലുള്ളപ്പോൾ ആ റീച്ചിനകത്ത് നിൽക്കുന്ന വിദ്യാർത്ഥികളും ചെറുപ്പക്കാരുമാകുമ്പോൾ അവന്മാരെ പെട്ടെന്ന് രാജ്യവിരുദ്ധ ശക്തികളുടെ ഭാഗമാക്കുന്നതിന് വേണ്ടി ഇവർക്ക് കഴിയുമെന്ന് കണ്ടുകൊണ്ട് ഇവരെ വിലക്കെടുത്തിരിക്കുന്നു. നേരത്തെ നമുക്ക് ചൈനയെ പേടിച്ചാൽ മതിയായിരുന്നു. ചൈനയുടെ പല ആപ്പുകളും നമ്മൾ നിരോധിച്ചത് അതുകൊണ്ടാണ്. നമ്മുടെ രഹസ്യങ്ങൾ ചോർത്തിക്കൊണ്ട് പോകുന്നു. ഇപ്പൊ ഇതിനകത്ത് നിൽക്കുക ആള്. മനസ്സിലാവുന്നുണ്ടോ? ഇന്ത്യക്കകത്ത് നിൽക്കുക, കേരളത്തിൽ നിൽക്കുക. മാന്യമായിട്ട് അല്ലെങ്കിൽ വാർത്ത കൊടുക്കുന്ന ചാനലുകൾക്കും അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി പറയുകയും ന്യായമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന്റെ കൂടെ യുവമാര് കയറി നിന്ന് ഇതുപോലെ ഇന്ത്യ വിരുദ്ധമായിട്ട് പറയുക അല്ലെങ്കിൽ മനസ്സിലാവാത്ത രീതിയിൽ ആൾക്കാരെ മിസ്ഗൈഡ് ചെയ്ത് രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുക. ഇപ്പൊ അറസ്റ്റ് ചെയ്തല്ലോ ഒരു സുന്ദരി, അവരുടെ പേരെന്തോ ഒരു ജ്യോതി അല്ലേ? ജ്യോതി, അവരുടെ പേര് ജ്യോതി. വേറെ 5-6 ജ്യോതി മൽഹോത്ര ഹരിയാനക്കാരിയാണ്. അത് സ്ഥലം വാങ്ങിക്കരത്തില്ല. അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ കൂടെ 6 പേരെ അങ്ങോട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വളരെ കൂടുതൽ ആൾക്കാർ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവർക്കൊക്കെ വലിയ ജോലികളാ അതിനകത്ത്. ഇന്ത്യക്കെതിരെ ജോലി ചെയ്യുന്നത്. നമ്മൾ ഇവരെയൊന്നും ഈ പാകിസ്ഥാൻ കണ്ടോ, പാകിസ്ഥാനിന്റെ അകത്ത് മറ്റേത് കണ്ടോ, മറിച്ചത് കണ്ടോ, ഇതുപോലെ നല്ല രാജ്യമുണ്ടോ, ഇന്ത്യയിൽ എന്തിനാ താമസിക്കുന്നത്, പാകിസ്ഥാനിൽ പോയാൽ പോരെ എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ ശത്രു രാജ്യങ്ങളെ പ്രൊമോട്ട് എന്നിട്ട് അവിടുത്തെ ഹൈക്കമ്മീഷണർമാരുമായിട്ട് നീ പറഞ്ഞതുപോലെ അവിടുത്തെ ഉന്നത അധികാരത്തിലുള്ള ആൾക്കാർ അവിടെ യാത്ര ചെയ്യാൻ പോകുന്നവരും അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ കളക്ട് ചെയ്ത് ആൾക്കാരെ ബോധിപ്പിക്കാൻ പോകുന്നവരും എന്തിനാണ് അവിടുത്തെ ആഭ്യന്തരമായിട്ടുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുന്നത്, അവിടുത്തെ ഹൈക്കമ്മീഷനുമായിട്ട് ബന്ധപ്പെടുന്നത്, അവിടുത്തെ സംസാരിക്കുന്നത്, നിരന്തരം ഫോൺ ചെയ്യുന്നത്. അല്ലെങ്കിൽ അപ്പം ഇതിനകത്ത് വേറെ ജോലിയുണ്ട്, അത് കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും അഴിക്ക് വെളിയിൽ വരാത്ത രീതിയിലേക്കുള്ള രാജ്യദ്രോഹ കുറ്റങ്ങൾ ഉൾപ്പെടെയുള്ളത് ചുമത്തി കേസെടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. വളരെ കുറച്ച് ആൾക്കാരെ ഇപ്പൊ പിടിയിലായിട്ടുള്ളൂ. വളരെ കൂടുതൽ ആൾക്കാർ ഇതിന്റെ കെയർ ഓഫിൽ ഇത്തരത്തിൽ ജോലി ചെയ്യുന്നവർ നിരീക്ഷണത്തിലാണ്. നിങ്ങൾക്കറിയാം സൈബർ അറ്റാക്ക് മാത്രം ആരും അറിഞ്ഞിട്ടില്ല. 15 ലക്ഷം സൈബർ അറ്റാക്ക് ആണ്. അതും ബംഗ്ലാദേശിൽ നിന്നും വേറെ ശത്രു രാജ്യങ്ങൾ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ ഈ യുദ്ധം 4 ദിവസത്തെ യുദ്ധത്തിനകത്ത് നമുക്ക് വന്നത്. ഇതിനകത്ത് 15 എണ്ണം അല്ല 150 സൈബർ അറ്റാക്ക് മാത്രമേ നമ്മളെ ബാധിച്ചിട്ടുള്ളൂ. അപ്പൊ ഏതെല്ലാം രീതിയിൽ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതി മനസ്സിലാക്കണം. 4 വഴിക്കൂടെയും ശത്രു രാജ്യങ്ങൾ വെളിയിൽ നിന്നും ആ ശത്രു രാജ്യങ്ങളുടെ ഭാഗമായിട്ടുള്ളവർ ഇന്ത്യയുടെ അകത്ത് അല്ലെങ്കിൽ നമ്മുടെ പൗരന്മാരെന്നുള്ള രീതിയിൽ ഒളിഞ്ഞും തളിഞ്ഞും നമ്മളെ ആക്രമിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതിന്റെ ഒരു മുഖമാണ് യൂട്യൂബ് എന്ന് പറയുന്നതും ഈ വ്ളോഗേഴ്സും. ഇവർ വലിയ കുഴപ്പക്കാരാണ്. ഇവർ ഈ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നു, ഇന്ത്യയുടെ ചാരന്മാരായിട്ട് പ്രവർത്തിക്കുന്നു. ഇവർ പല രീതിയിലും പലയിടത്തും ചെന്ന് പല കാര്യങ്ങളും ആൾക്കാരെ കാണിക്കാനെന്നുള്ള രീതിയിൽ റെക്കോർഡ് ചെയ്തിട്ട് നമ്മുടെ ശത്രു രാജ്യങ്ങൾക്ക് കൊടുക്കും. അപ്പൊ ഏതായാലും ഇത്തരത്തിൽ കാര്യങ്ങൾ നടന്നു വരുന്നു വളരെ കൃത്യതയോട് കൂടി മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് അഴിയെണ്ണാം, വെടിയിൽ വരാത്ത രീതിയിലേക്ക് അഴിയെണ്ണാം. ഇനി പാകിസ്ഥാൻ കൊള്ളാമെന്ന് ജയിൽ കിടന്ന് പറയേണ്ട ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. തീർച്ചയായും സ്വന്തം രാജ്യത്ത് എന്ത് നടക്കുന്നോ, രാജ്യം നേരിടുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊന്നും അറിയാത്തതിന്റെ അല്ലെങ്കിൽ രാജ്യത്തിനൊപ്പം നിൽക്കാതെ ട്രാവൽ വ്ലോഗ് എന്നുള്ള പേരിൽ സോഷ്യൽ മീഡിയകളിലെ റീച്ചിന് പിന്നാലെ പോകുന്നത് കൊണ്ടാണ്
ജ്യോതി മൽഹോത്രയെ പോലെയുള്ളവരെ ഇന്ത്യക്കകത്ത് നിന്നോ ഇന്ത്യൻ പൗരയായ ഒരാളെ പാക് ചാരസുന്ദരി എന്നൊക്കെ വിശേഷിപ്പിക്കേണ്ടി വരുന്നത് ദൗർഭാഗ്യകരം കൂടിയാണത്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു പ്രശംസ.